Hello friends, welcome. Name is Steven. നമുക്ക് ഇന്ന് പായസം ഉണ്ടാക്കാം. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ സേമിയ പായസമാണ് ഞാൻ കാണിക്കുന്നത്. അതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കണേ. അതിനുവേണ്ടി നമുക്കാദ്യം സാഗോ റൈസ് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. ഇതേ സമയം നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ പായസം കാരമലൈസ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി കൊണ്ടിരിക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു ബൗളിൽ പാലിനാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ അതേ അളവിൽ തന്നെ വാട്ടറും ചേർക്കാവുന്നതാണ്. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റാക്കി കൊടുക്കണം. നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലേ അത് ശരിയായി വരികയുള്ളൂ. പഞ്ചസാര ഇതിലേക്ക് യോജിച്ച് വരുന്നതിനനുസരിച്ച് നല്ലൊരു കളർ നമുക്ക് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര നല്ലോണം മെൽറ്റായതിനു ശേഷമേ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. എന്നിട്ടൊന്ന് തിളക്കാൻ അനുവദിക്കാം. ഈ ടൈമിൽ ഇനി അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത സേമിയയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസ് ചേർത്ത് കൊടുക്കാം. അതിലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുക്കറിൽ വേവിച്ചെടുത്താൽ ഇതുപോലെ വിട്ട് കിട്ടും. നല്ലതുപോലെ സാഗോ റൈസ് നല്ല ബൗൾസായി കിടക്കും. ഇനി നമുക്ക് സാഗോ റൈസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി മധുരത്തിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ 2-3 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാഷ്യൂസ് ആൻഡ് റൈസിൻസ് വറുത്ത് ഇട്ട് കൊടുക്കണം. വറുത്ത് വെച്ച കാഷ്യൂവും റൈസിൻസും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ കഴിച്ച സേമിയ പായസത്തിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി തന്നെയാണിത്.